ഞാൻ വെറുതെ ഇന്നലെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ അത് 30,000-ലധികം ആളുകളാണ് കണ്ടത്. കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ. പക്ഷെ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് ബ്ലൂടൂത്തിങ് എന്ന് നോക്കാം. ചില വില കൂടിയ ലഹരി മരുന്നുകൾ, ഹെറോയിൻ, കൊക്കൈൻ ഒക്കെ പോലത്തത് ചില ആൾക്കാർ ഗ്യാങ് ആയിട്ട് വാങ്ങും. അതിൽ ഒരാളുടെ ശരീരത്തിലേക്ക് ആ ലഹരി ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് 2-3 മിനിറ്റുകൾക്ക് ശേഷം ആ ഇഞ്ചെക്ട് ചെയ്ത ശരീരത്തിൽ നിന്നും ബ്ലഡ് അവർ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വലിച്ചെടുക്കും. എന്നിട്ട് ഈ ഗ്യാങ്ങിലെ ബാക്കിയുള്ളവർ ആ ബ്ലഡാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇത് അവർക്ക് മറ്റേ ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്ത അതേ എഫക്റ്റ് കിട്ടും എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രാക്ടീസ് വിദേശത്തൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലും നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പലരും പറയുന്നത്. ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും സിഗരറ്റ് കമ്പനിയായിട്ട് വലിക്കുന്നവരുണ്ട്, കഞ്ചാവ് വലിക്കുന്നവരുണ്ട്, MDMA കമ്പനിയായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, ഡ്രഗ്സ് കമ്പനിയായിട്ട് സിറിഞ്ച് ഷെയർ ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നവരുണ്ട്. അവർക്കൊന്നും HIV ഇതിൻ്റെ മാരക ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊന്നും അവർ ബോധേഡല്ല. ഇതിൻ്റെ ഒരു ദൂഷ്യഫലം എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല ആ ബ്ലഡിൽ HIV ഉണ്ടോ, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ, അതുപോലെ മാരകമായ മറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. ഇത് അണുബാധ ഉണ്ടാക്കാം, സെപ്റ്റിക് ഷോക്ക് ഉണ്ടാക്കാം, എയർ എംബോളിസംസ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. മരിച്ചു കഴിഞ്ഞാലും ഈ ഗ്യാങ്ങിലുള്ളവർ ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് അവിടെ ഇട്ടിട്ട് പോകും.